എൻ്റെ പേര് മനു എന്നാണ്. ഞാൻ തൃശ്ശൂർ ചെമ്പുകാവ് ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. മെട്രിക് ക്രാഫ്റ്റ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം എടുക്കാറായി. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ. ഈ മെട്രിക് ക്രാഫ്റ്റിൽ എന്താണ് പ്രത്യേകത? മെട്രിക് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഞങ്ങൾ ഈ കടയുടെ ഷോപ്പിൻ്റെ പേരിടുന്ന സമയത്ത് ഫസ്റ്റ് വന്നൊരു ചിന്തയാണ് മെട്രിക് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് മെട്രിക്കായിട്ട് പോവാ, സിമെട്രി സിസ്റ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്ന്. അപ്പോൾ ഞങ്ങൾ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഷീൻസ് എല്ലാം സിമെട്രി ആയിരിക്കുമല്ലോ, എല്ലാവരും എഞ്ചിനീയർ സെക്ഷനിലായിരിക്കുമല്ലോ ചിന്തകൾ പോകുന്നത്. അത് ക്രാഫ്റ്റ്, അതിൻ്റെ കൂടെ ക്രാഫ്റ്റ് കൂടെ മിക്സ് ചെയ്യുക എന്നാണ്. നമുക്ക് ചിന്ത നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ട് അത് ക്രാഫ്റ്റ് ആക്കി മാറ്റുക. അതാണ് നമ്മൾ മെട്രിക് ക്രാഫ്റ്റിന്റെ പേര് ആദ്യം നമ്മൾ ശരിക്കും മനസ്സിലാകുന്നത്. ഈ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? നമ്മളിത് തുടങ്ങാൻ എന്താണ് പ്രചോദനം? ഈ ടെക്നോളജി നമുക്ക് താല്പര്യമുള്ളതാണ്, മെഷീൻ ടെക്നോളജി, ആ കാര്യങ്ങൾ താല്പര്യമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അന്ന് മെഷീൻ എടുത്തിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയത്. അത് നമ്മൾ തുടങ്ങി വന്നപ്പോൾ നമ്മൾ കുറച്ചായാലും മനസ്സിലായി നമുക്ക് അതിലൊരു അഡ്വഞ്ചറസ്, പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ട്, ഇതിൽ നമ്മൾ നോർമലായി ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യാത്ത കാര്യം, നോർമൽ ചെയ്യുന്ന കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പൊ അത് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യുക, അത് ഇത് താല്പര്യം തുടങ്ങി, നമുക്കൊന്നും ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. ചെയ്യല്ലേ, നമ്മൾ അടിപൊളിയായി സെറ്റ് ആണല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ത് പ്രൊഡക്റ്റാ ചെയ്തേ? എന്തെങ്കിലും ഒരു നമ്മള് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയോ? ഈ ഒരാള് ഫാദറിന്റെ ഒരു ഫോട്ടോ ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. ഞങ്ങൾ അതിന് മുന്നേ ഒരു ഫേസ് ചെയ്യായിരുന്നു. ഒരാളുടെ ഫേസ് മുഖം അങ്ങനെ പിച്ചളയിൽ കനത്തിലൊരു A4 സൈസിൽ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഒരാൾ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ മെറ്റലിൽ കാർവ് ചെയ്തിട്ട് പിച്ചള കാർവ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം ഒരാൾ ഇത് കൂട്ട് നമുക്ക് വന്നിട്ട് ആളുടെ അച്ഛന്റെ ഫോട്ടോ ഇത് കൂട്ട് ചെയ്യണമെന്ന് വന്നിരുന്നു. അപ്പൊ നമ്മൾ ഈ സാധനം ഇങ്ങനെ അവരൊക്കെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. ഇപ്പൊ ഒരു പ്രാവശ്യം ഈ സാധനം ഫുൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ വാങ്ങാൻ വന്ന സമയത്ത് ഈ ഫിനിഷായി. അപ്പൊ 2 ചേട്ടൻ അനിയനാ വന്നത്. അപ്പൊ ചേട്ടൻ പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് പെട്ടെന്നൊരു ചെറിയൊരു വൈകാരികമായിട്ടൊരു അത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തത്. ചിലപ്പോൾ 3D അല്ലെങ്കിൽ ഇപ്പൊ അതിന് ടെക്നോളജി ഒക്കെ ഉണ്ടായിരിക്കും, കുറച്ചുകൾ തന്നെയാണ്. അച്ഛനെ കണ്ട ഒരു 3D ഇതിൽ കണ്ടോട്ട് പുള്ളി അന്ന് റിയാക്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. സന്തോഷ കാര്യമാണ്. അപ്പൊ എന്റെ കൂടെയുള്ള ആൾ പറയുകയും ചെയ്ത് ക്ലിക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കുള്ള കാര്യമാണ് സന്തോഷം. അത് വിഷയം എന്ന് വെച്ചാൽ ഒരു അച്ഛനെ ഇങ്ങനെ കാണാൻ പറ്റുള്ള ഇപ്പൊ ഹിപ്നോട്ടിസിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ഒന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക്